പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് നമസ്കാരം. മായാൻ്റെ തൂങ്ങിമരണത്തിന് കാരണം അബ്ദു ആണെന്ന് ഹൈഡ്രോസും മരക്കാരും വിശ്വസിച്ചു. ആ പകം മൂലം ഹൈഡ്രോസും മരക്കാരും അബ്ദുവിനെ അപായപ്പെടുത്തുമോ എന്ന് ഉമ്മാച്ചുമ്മ ഭയന്നു. കുടുംബത്തിൽ ഇനിയൊരു അപമൃത്യു ഉണ്ടാവാതിരിക്കാൻ സ്വത്ത് ഭാഗം ചെയ്യാൻ ഉമ്മാച്ചുമ്മ അങ്ങനെയാണ് തീരുമാനിക്കുന്നത്. എന്നാൽ ഉമ്മാച്ചുമ്മയുടെ തീരുമാനം ചാപ്പുണ്ണിനായർക്ക് ഉൾക്കൊള്ളാനാവുമായിരുന്നില്ല. ബീരാന് സ്വത്തെല്ലാം നോക്കി നടത്താനുള്ള മിടുക്കില്ലെന്നറിഞ്ഞ് ഉമ്മാച്ചുമ്മയാണ് ചാപ്പുണ്ണിനായരെ കാര്യസ്ഥനാക്കാൻ ബീരാനെ നിർബന്ധിക്കുന്നത്. ഇത്രയും കാലം കണ്ണിലെ കൃഷ്ണമണി പോലെ സൂക്ഷിച്ച സ്വത്തെല്ലാം തൻ്റെ കയ്യാൽ തന്നെ അളന്നു തിരിക്കേണ്ടി വരുമല്ലോ എന്ന വിഷമത്തിലാണ് ചാപ്പുണ്ണിനായർ. വായിക്കാം. 21-ാം അധ്യായം 2:2-5. എന്താ ആലോചിക്കുന്നത്? ചാപ്പുണ്ണിനായർ മരക്കാരോട് ചോദിച്ചു. ആലോചിക്കാനൊന്നുമില്ല, പക്ഷെ ഓർക്കാപ്പുറത്ത് നിന്നാണ് ഈ കാര്യം മുളച്ചു പൊന്തിയത്, മരക്കാരും പറഞ്ഞു. ഉമ്മ ഇത് പറയുമെന്ന് ഞാൻ ഓർത്തില്ല. ചാപ്പുണ്ണിനായരുടെ ചുണ്ടിൽ ഒരു കൈപ്പുള്ള ചിരി പ്രത്യക്ഷപ്പെട്ടു. നിങ്ങൾക്ക് ആർക്കും ഉമ്മയെ മനസ്സിലായിട്ടില്ല എന്നേ അർത്ഥമുള്ളൂ. അത് ശരിയാ, അതേവരെ നിശബ്ദനായിരുന്ന ഹൈഡ്രോസ് തുടർന്നു. ഉമ്മാക്ക് ബുദ്ധിയുണ്ട്, ചേരാത്തത് ചേരൂല. നിങ്ങൾക്കും അബ്ദുവിനും തമ്മിൽ അത്രയ്ക്കൊക്കെ അകൽച്ച ഉണ്ടാവാൻ വയ്ക്കോ എന്നത് വേറെ കാര്യം. പക്ഷെ ഇപ്പൊ അകൽച്ചയുണ്ട്. ഹൈഡ്രോസ് കാര്യം വ്യക്തമാക്കാൻ മടിച്ചില്ല. എന്തായാലും ചാപ്പുണ്ണിനായർ ആ വാചകം അങ്ങനെ തുടങ്ങേണ്ടിയിരുന്നില്ല എന്ന മട്ടിൽ പെട്ടെന്ന് നിർത്തി. ഹൈഡ്രോസ് വിട്ടില്ല. എന്തായാലും മുഴുവൻ പറയിൻ. എന്തായാലും ഒരു ഉമ്മ പെറ്റ മക്കളല്ലേ എന്ന്. ശരിയാ, ഉമ്മ ഒന്നായിപ്പോയി. പക്ഷേ ഓന്റെ ബാപ്പാന്റെ സ്വഭാവം ഓന്, ഞങ്ങളെ ബാപ്പാന്റെ സ്വഭാവം ഞങ്ങൾക്ക്. ഇത് തമ്മിൽ ചേരാൻ വയ്യ, ചേരൂല. ഓൻ ചെയ്ത നിർത്ത്. മരക്കാർ ഇടയിൽ കടന്നു തടഞ്ഞു. വെറുതെ വർത്തമാനം പറഞ്ഞിട്ടെന്താ? ഉമ്മ തീർച്ചപ്പെടുത്തിയ മട്ടിൽ കാര്യമങ്ങ് നടന്നോട്ടെ. ചാപ്പുണ്ണിനായർ ഒരു നിമിഷത്തേക്ക് മറുപടി പറഞ്ഞില്ല. ആ പ്രായം ചെന്ന കണ്ണുകൾ ഭാവി കാലത്തിൽ ചെന്ന് എന്തോ തപ്പിത്തടയും പോലെ പതുക്കെ പതുക്കെ ചലിച്ചു. നിങ്ങൾക്ക് ബസ്സന ഉണ്ടാവും ചാപ്പുണ്ണിയാരെ, പക്ഷെ കാര്യമില്ല, ഭാഗം കൂടാതെ കഴിയില്ല. മരക്കാർ സാവധാനത്തിൽ ചാപ്പുണ്ണിനായരെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. എന്നെ ഒന്നും പറഞ്ഞു ബോധ്യപ്പെടുത്തണ്ട. നിങ്ങൾ കണ്ടതിനേക്കാൾ കണ്ടവനാണ് ഞാൻ. പിന്നെ വ്യസനം, നിങ്ങളെക്കാൾ വ്യസനം എനിക്കുണ്ടാവോ? മരക്കാരെ, ഈ കയ്യമ്മേൽ നിങ്ങളെ 3 ആളെ എടുത്തു നടന്ന തഴമ്പുണ്ട്. ഇതിലേതെങ്കിലും ഒന്ന് അടർത്തിക്കളയാൻ കഴിയോ എന്ന് ആലോചിക്കുകയാണ്. ചാപ്പുണ്ണിനായരുടെ ശബ്ദം അല്പം ഒന്ന് പതറി. അത് മരക്കാരുടെ ഉള്ളിൽ തട്ടുകയും ചെയ്തു. പക്ഷേ ഹൈഡ്രോസ് അതിനിടയിൽ കടന്നു പറഞ്ഞു, ഉമ്മാക്കും ഉണ്ടാവില്ലേ ഈ വിചാരം? എന്നിട്ടും പറഞ്ഞു, അപ്പോഴോ? ശരിയാ, വേലി തന്നെയാണ് വിള തിന്നത്. അല്ല, ഈ നിലയ്ക്ക് പോയാൽ എടങ്ങേറേറും എന്നുമ്മ കണ്ട്. ചാപ്പുണ്ണിനായർ ഒന്ന് മൂളി. താടിക്ക് കൈയും കൊടുത്തിരുന്നു. അയാളെ സംബന്ധിച്ചിടത്തോളം ദുഃഖത്തിന്റെ കാർമേഘങ്ങൾ അന്തരീക്ഷത്തിൽ തടിച്ചു കൂടിയിരുന്നു. വല്ലാത്ത വിങ്ങൽ, അവ്യക്തങ്ങളായ മാർഗങ്ങൾ. ഇത്തരം ചില സംഭവ വികാസങ്ങൾ ഭാവിയിൽ ഉണ്ടായേക്കുമെന്ന് ചാപ്പുണ്ണിനായരും ആലോചിക്കായികയില്ല. പക്ഷേ അത് ഉമ്മാച്ചുമ്മയിൽ നിന്നും പൊട്ടിപ്പുറപ്പെടുമെന്നും തീരെ കരുതിയതല്ല. അവരുള്ള കാലം വരെ മക്കളെ പറഞ്ഞൊതുക്കിക്കൊണ്ട് നടക്കുമെന്നായിരുന്നു വിശ്വാസം. അതുകൊണ്ട് തൻ്റെ കാലത്ത് അശുഭകരമായ ഒന്നും ആ കുടുംബത്തിന് സംഭവിക്കുകയില്ലെന്നും സമാധാനിച്ചു. അങ്ങനെ അയാൾ ചാരി നിന്ന മതിലാണ് ഇടിഞ്ഞുപോയത്. ആർക്കും ഇത് തടുക്കാനാവില്ല. ഒരു നെടുവീർപ്പോടെ ചാപ്പുണ്ണിനായർ പറഞ്ഞു.
ജാതകർമ്മം ചെയ്ത കൈകൊണ്ട് തന്നെ ആവണം ഉദകക്രിയയും. ഞാൻ മാത്രം ഇതിനു വേണ്ടി ബാക്കിയായി. ഉമ്മ ഉണ്ടല്ലോ, ഹൈഡ്രോസ് ഓർമ്മപ്പെടുത്തി. ഉണ്ട്, ഞങ്ങൾ രണ്ടാളുമുണ്ട്, ചാപ്പുണ്ണി നായർ സമ്മതിച്ചു. ചാപ്പുണ്ണി നായർ ചിന്തിച്ചു നോക്കി. ഒരു രക്ഷാമാർഗവുമില്ല. ഉമ്മാച്ചുമ്മ ഒന്നുറച്ചാൽ ഉറച്ചത് തന്നെ. അയാൾക്കറിയാമത്. കുഴപ്പം കൂടാതെ അവസാനിപ്പിച്ചാൽ അത്രയും നന്ന്. പക്ഷേ താൻ തന്നെ വേണം. ഇക്കാര്യത്തിന് വേറെ വല്ലവരെയും വിളിക്കുകയല്ലേ ഭേദം. ചാപ്പുണ്ണി നായർ മരക്കാരുടെ മുഖത്തേക്ക് നോക്കി. ഉമ്മാന്റെ ഇഷ്ടം പോലെ ആവാം, മരക്കാർ സമ്മതിച്ചു. തന്നെ ഹൈഡ്രോസും. ഉമ്മാച്ചുമ്മയുടെ ഇക്കാര്യം പറഞ്ഞിട്ട് തനിക്ക് രക്ഷ കിട്ടുമെന്ന് ചാപ്പുണ്ണി നായർക്ക് വിശ്വാസമില്ല. എങ്കിലും അയാളൊന്ന് അപേക്ഷിച്ചു നോക്കി. നമ്മൾ രണ്ടാളും ഒന്നിച്ചായി തറവാട്ടിലെ കാര്യം നോക്കാൻ തുടങ്ങിയത്. ഇങ്ങള് പുറത്തെ, ഞമ്മളകത്തെ. ഇപ്പോഴും ഞമ്മളുണ്ട്. ഞമ്മളുള്ള കാലം വരെ ഇങ്ങളല്ലാതെ ഇത്തറവാട്ടിന്റെ കാര്യം ഒരുത്തൻ നോക്കൂല. മുതല് ഞമ്മടെയാ. സരിയും തെറ്റും നിശ്ചയിക്കാൻ ഞമ്മള്. ഇഷ്ടം പോലെ ചെയ്തോളി. എന്തേ? ചാപ്പുണ്ണി നായർക്ക് എന്താണ് മറുപടി പറയേണ്ടതെന്ന് അറിഞ്ഞുകൂടായിരുന്നു. തന്റെ ആയുഷ്കാല പ്രവർത്തനത്തിനുള്ള അഭിനന്ദനം ആ വാക്കുകളിൽ മുഴങ്ങി കേൾക്കുകയാണ്. എന്തെല്ലാം എതിർവാദങ്ങൾ ഉണ്ടായാലും ഉമ്മാച്ചുമ്മയുടെ മുമ്പിൽപ്പെട്ടാൽ ചാപ്പുണ്ണി നായർ അവശനാണ്. എതിർത്തെതിർത്ത് ആ സ്ത്രീ പറയുന്നത് വരവണ്ണം തെറ്റാതെ അനുഷ്ഠിക്കുകയാണ് അയാൾ പതിവ്. അവർ സംസാരിക്കുമ്പോൾ സംസാരിക്കുന്ന കാര്യങ്ങളെക്കാൾ അധികം അവരെപ്പറ്റി ആലോചിക്കാൻ പ്രേരിതനായി പോകുകയാണ്. ഇക്കാര്യം പറഞ്ഞ് ലക്ഷ്മിയമ്മ പോലും പലപ്പോഴും അയാളെ പരിഹസിച്ചിട്ടുണ്ട്. ഈ നാമൂസൊക്കെ എന്നോട് പറയും. ആ ഉമ്മ കണ്ണുരുട്ടിയാൽ നിങ്ങൾ പേടിക്കുകയും ചെയ്യും. ശരിയാ, ചാപ്പുണ്ണി നായർ സമ്മതിച്ചു. എൻ്റെ ലക്ഷ്മി ദേവേന്ദ്രനായാലും വരച്ച വരയിൽ നിർത്തുന്ന ഒരു ഉമ്മയാണത്. ഇന്നാകട്ടെ ഉമ്മാച്ചുമ്മ തളർന്നിരിക്കുന്നു. വേദനകളുടെ ഒരു കടന്തൽ കൂട്ടത്തെ ഹൃദയത്തിൽ ഭേസിക്കൊണ്ടാണ് അവർ കിടക്കുന്നതെന്ന് അയാൾക്കറിയാം. എങ്ങനെയാണ് അലോസരപ്പെടുത്തുക? മഹാരാജ്ഞിക്ക് കൈപ്പുള്ള മരുന്ന് വിരിക്കേണ്ടി വരുന്ന ഒരു കൊട്ടാരം വൈദ്യന്റെ സംഭ്രമം മുഴുവൻ അയാൾക്കുണ്ടായിരുന്നു. എന്തേയ്, ഇങ്ങക്ക് സാധിക്കൂലേ? ഉമ്മാച്ചുമ്മ തലയിണയിൽ കൈമുട്ട് ഊന്നിക്കിടന്നുകൊണ്ട് ചോദിച്ചു. ചെയ്യാം. എപ്പോ? നാളെ തുടങ്ങാം. ഇക്കാലത്തിനിടയ്ക്ക് ചാപ്പുണ്ണി നായർ അനേകം തറവാടുകൾ ഭാഗിച്ച് പിരിച്ചിട്ടുണ്ട്. അനേകം ഭാഗപത്രങ്ങൾ എഴുതി കൊടുത്തിട്ടുണ്ട്. ഗംഭീരം ഭാഗക്കേസുകൾ 3 കോടതി കയറ്റി ഇറക്കിയിട്ടുണ്ട്. നക്കാപ്പിച്ചയായ ഇളകുന്ന മുതലുകൾ മാത്രം ഭാഗിക്കാനുള്ള വീടുകളിൽ വാശിമുഴുത്ത് തമ്മിൽ തല്ലാകുമ്പോൾ ആകെയുള്ള ഒരു നിലവിളക്കിന്റെ തട്ടൊരാൾക്കും കാല് മറ്റൊരാൾക്കും ഭാഗിച്ചു കൊടുത്ത് അവരെ ശാന്തമായി പിരിച്ചയച്ചിട്ടുണ്ട്. അപ്പോഴൊന്നും ഈ വിമ്മിട്ടം അയാൾ അനുഭവിച്ചിട്ടില്ല. താൻ നട്ട നേന്ത്രവാഴക്കുല കൂമ്പുമ്പോൾ ഊന്നു തട്ടി കാറ്റിന് പിടിച്ചൊടിക്കാൻ ഇട്ടുകൊടുക്കേണ്ട ഒരു സ്ഥിതിയായിരുന്നു. അത് എവിടെ നിന്നാണ്, എങ്ങനെയാണ് തുടങ്ങേണ്ടതെന്ന് അയാൾക്കറിഞ്ഞുകൂടാ. വീട്ടിൽ ചെന്നു കയറി ചുമലിലിട്ട മുണ്ടെടുത്ത് വീശിക്കൊണ്ട് ഉമ്മറത്തൂണും ചാരി അയാൾ നിശബ്ദനായിരുന്നു. ഇന്ന് കുളിയില്ലേ? അകത്തുനിന്ന് ഒരു തെക്കൻ കാറ്റുപോലെ ഒഴുകിയെന്ന് ലക്ഷ്മിയമ്മ ചോദിച്ചു. അവരുടെ പിന്നാലെ തന്നെയുണ്ട് ചിന്നമ്മവും. അവൾ വാതിൽക്കലോളം വന്ന് കട്ടിളയും ചാരി അവിടെ നിന്നു. എന്താ, കുളിയില്ലേ? വീണ്ടും ലക്ഷ്മിയമ്മ ചാപ്പുണ്ണി നായരുടെ ശ്രദ്ധയാകർഷിക്കാൻ ശ്രമിച്ചു. ഉണ്ട്. ഇന്നെന്താ സുഖമില്ലാത്ത പോലെ? സുഖമൊക്കെ കഴിഞ്ഞു എന്നാ തോന്നണത്. സന്യസിക്കാൻ പുറപ്പെടുകയാണോ? നിന്റെ വായിലെ നാവ് ഇങ്ങനെ നീണ്ടാൽ ഞാൻ സന്യസിച്ചു പോവും. എന്താ കാര്യം? ഇനി അധിക കാലം അങ്ങോട്ട് പോകേണ്ടി വരില്ല, അറിയോ? അല്പം ദേഷ്യത്തോടെയാണ് ചാപ്പുണ്ണി നായരുടെ ചോദ്യം. അവർക്കെന്ത് പറ്റി? ഭാഗമാണ് നടക്കാൻ പോകുന്നത്. ഭാഗം അറിയോ? ഉമ്മാച്ചുമ്മ ആരുടെ ഭാഗത്താണ്? ഈ ചോദ്യം വാതിൽക്കൽ നിന്നാണ് വന്നത്.
അപ്പോഴേ ചിന്നമ്മു അവിടെ നിൽക്കുന്നത് ലക്ഷ്മിയമ്മ കണ്ടുള്ളൂ. അതൊന്നും തീർച്ചയായിട്ടില്ല, ചാപ്പുണ്ണി നായർ പറഞ്ഞു. അതല്ലേ ആദ്യം തീർച്ചപ്പെടുത്തേണ്ടത്, ചിന്നമ്മു. എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് തീർച്ചപ്പെടാൻ പോകുന്നതെന്ന് ഈശ്വരനെ അറിഞ്ഞുകൂടൂ. അയാൾ എഴുന്നേറ്റ് കുളത്തിലേക്ക് നടന്നു. അന്ന് ചാപ്പുണ്ണി നായർക്ക് എല്ലാവരോടും ദേഷ്യമായിരുന്നു. ലക്ഷ്മിയമ്മയോടും പണിക്കാരോടും ഒക്കെ അയാൾ പരുഷമായി പെരുമാറി. ചിന്നമ്മു സൂത്രത്തിൽ ഒഴിഞ്ഞു നിന്നു. അച്ഛനിന്ന് ചൂട് കയറിയ ദിവസാ അമ്മേ, അവൾ ലക്ഷ്മിയമ്മയോട് പതുക്കെ പറഞ്ഞു. എന്താ കാരണാവോ? ഉമ്മാച്ചുമ്മയുടെ മക്കൾ ഭാഗിക്കാൻ പോകുന്നതിന്. ശരിയാ, ആ തറവാട് കൊണ്ടാ നമ്മളായത്. നമ്മൾ തല്ലിപ്പിടിപ്പിക്കുന്നതാണോ? പിരിഞ്ഞു പോകേണ്ടവർക്ക് പിരിഞ്ഞു പോകാതെ കഴിയോ? നീ അത് പറയും. കഴിഞ്ഞതൊന്നും നിനക്കറിയില്ല. അച്ഛനായതുകൊണ്ട് പരിഭ്രമിക്കുന്നതേയുള്ളൂ. നല്ല ധൈര്യമുള്ള മനുഷ്യനാ. ഞാനാണെങ്കിൽ ഉരുകിച്ചത്തു. ചിന്നമ്മു ഒന്ന് മൂളുക മാത്രം ചെയ്തു. ഇതൊക്കെ അമ്മ പറയേണ്ട വാക്കാണ്, പറഞ്ഞോട്ടെ എന്നർത്ഥത്തിൽ. ലക്ഷ്മിയമ്മയാകട്ടെ ഭർത്താവിൻ്റെ അടുത്ത് തന്നെ കഴിച്ചുകൂട്ടി. കാര്യങ്ങളുടെ കിടപ്പ് ശരിക്കും മനസ്സിലാക്കണമെന്നവർക്കുണ്ട്. എന്നാൽ ചാപ്പുണ്ണി നായർ ചുണ്ടിയെടുത്താലോ എന്ന ഭയവും. ഊണും കുളിയും കഴിഞ്ഞ് ഉമ്മറത്തിണ്ണയിൽ ചാരിക്കിടക്കുന്ന ചാപ്പുണ്ണി നായരുടെ അടുത്തേക്ക് ഒരു വെറ്റില ചുരുളുമായിട്ടാണ് അവർ ചെന്നത്. ഇതാ മുറുക്കാൻ. ചാപ്പുണ്ണി നായർ വാങ്ങി വായിലിട്ട് ചവച്ച് ഒന്ന് നീട്ടി തുപ്പിയപ്പോൾ ലക്ഷ്മിയമ്മ ചോദിച്ചു, എന്നോടെന്താ വിരോധം? നിന്നോടോ? അമ്പരുന്ന പോലെയാണ് ആ മനുഷ്യൻ ചോദിച്ചത്. ഇല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഇങ്ങനെ ചുണ്ടിയെടുക്കുന്നത്? നിന്നോടുണ്ടോ ഞാൻ ചുണ്ടിയെടുത്തിട്ട്? ഇതാ പുതുമ. എന്റെ കഷ്ടത വല്ലവരും അറിയുന്നുണ്ടോ? പറഞ്ഞാലല്ലേ അറിയൂ. ഞാൻ പറഞ്ഞില്ലേ, ഭാഗമാണ് നടക്കാൻ പോകുന്നത്. ഭാഗം. ചാപ്പുണ്ണി നായർ ഒരു ചെവി പൊട്ടനോടെന്ന പോലെ കുറച്ചുറക്കെ തന്നെ പറഞ്ഞു. കഷ്ടായി. പക്ഷേ നമ്മൾ പറഞ്ഞാൽ അവരടങ്ങോ? അടങ്ങണ്ട, നശിച്ചോട്ടെ. ഉപദ്രവം ഇതൊക്കെ എന്റെ തലയിൽ വന്ന് വീഴുന്നുണ്ടല്ലോ. സാധിക്കില്ലെന്ന് പറയാമായിരുന്നില്ലേ? പറയാത്ത തരക്കേടാണിപ്പോൾ. ചാപ്പുണ്ണി നായർ ഹാസ്യരസത്തോടെയാണ് ആ വാക്കുകൾ ഉച്ചരിച്ചത്. എന്റെ കൈകൊണ്ട് തന്നെ പൊളിക്കണമെന്നായിരിക്കാം. ആയിക്കൊള്ളട്ടെ, ആയിക്കൊള്ളട്ടെ. ആർക്കാ നഷ്ടം? എല്ലാ അത്യാപത്തിനും ഞാനൊരു ദൃക്സാക്ഷി. കാണിച്ചു കൊടുക്കാം നാളെ. എന്ത് ചെയ്യാൻ പോണു? സാധിക്കയില്ലെന്ന് നല്ല മലയാളത്തിൽ അങ്ങ് പറയും. എന്റെ തലയൊന്നും വെട്ടില്ല. ഉമ്മാച്ചുമ്മയോടോ? ആരായാലും എന്താണ്? എനിക്ക് പേടിയൊന്നുമില്ല. മനുഷ്യരെ മനസ്സുഖത്തോടുകൂടി 2 ദിവസം ഇരിക്കാൻ സമ്മതിക്കില്ല എന്ന് വെച്ചാൽ ഒരു മരണം തീരുമ്പോൾ മറ്റൊന്ന്. ഗതികേട്. ചാപ്പുണ്ണി നായർ അങ്ങനെ പിറുപിറുന്നനെ പറഞ്ഞുകൊണ്ടിരുന്നു. ലക്ഷ്മിയമ്മ കൂടെ കൂടെ മൂളിക്കൊണ്ടും. അങ്ങനെ വൈകുന്നേരമായത് അറിഞ്ഞില്ല. ലക്ഷ്മിയമ്മ അടുക്കള തൊഴിലുകളിൽ പ്രവേശിച്ചു. ചാപ്പുണ്ണി നായർ അപ്പോഴും ചിന്താഗ്രസ്തനായിരുന്നു. കരിഞ്ചുവപ്പോടു കൂടിയ മേഘപ്പാളികൾ അസ്തമയ സൂര്യനെ അകമ്പടി സേവിക്കുകയാണ്. കാറ്റിൽ അവ നീങ്ങുകയും ചുരുളുകയും നിവരുകയും ചെയ്യുന്നുണ്ട്. അവ്യവസ്ഥിതമായ ഒരു യാത്ര. എവിടേക്ക്? ആ മേഘമാലകൾ ചാപ്പുണ്ണി നായരെ ചിന്തയുടെ അഗാധ കയങ്ങളിലേക്ക് വലിച്ചു കൊണ്ടുപോയി. ഭൂതവും വർത്തമാനവും ഭാവിയും കൂടി കുഴഞ്ഞുകൊണ്ട് കടന്നു പോവുകയാണ്. എന്തെങ്കിലും ഒന്നോർത്ത് സമാധാനിക്കാനില്ല. എല്ലാറ്റിലുമുണ്ട് വിഷാദത്തിന്റെ മൂടൽമഞ്ഞ് ആവരണം ചെയ്തിട്ട്. ചിരി ഒരു മനുഷ്യനെ ആകാശത്തിലേക്ക് ഉയർത്തുന്നു. കരച്ചിലാവട്ടെ സ്വന്തം ഹൃദയത്തിന്റെ അഗാധ കയങ്ങളിലേക്ക് ആഴ്ത്തുകയാണ്. ചാപ്പുണ്ണി നായർ തന്റെ ഹൃദയത്തിലേക്ക് അമ്പേ മുങ്ങി. അവിടെ മുരടിച്ചുപോയ അഭിലാഷങ്ങളും വെയിൽ നാളം തട്ടാതെ വിളറിയ പുതുകൂമ്പുകളും നിരന്നു നിൽക്കുന്നുണ്ട്. അവ കണ്ടപ്പോൾ അയാൾ തന്നെ ഒന്ന് ഞെട്ടി. എന്ത് എന്ത് എന്ത്? പെട്ടെന്നാണ് കോലായൊതുക്കിൽ ഒരു കാൽപെരുമാറ്റം കേട്ടത്. ചാപ്പുണ്ണി നായർ തിരിഞ്ഞു നോക്കി. അബ്ദുവാണ്.
അവനെ കണ്ടപ്പോൾ ദേഷ്യമാണ് തോന്നിയത്. എന്താപത്തും കൊണ്ടാണ് ഇനി ഈ വിദ്വാന്റെ വരവ്? എങ്കിലും ഇരിക്കെന്ന് പറഞ്ഞിട്ട് ചാപ്പുണ്ണി നായർ മിണ്ടാതിരുന്നു. അബ്ദു ഇരുന്നു. എത്ര നേരം അങ്ങനെ ഇരിക്കാം? ഒടുവിൽ ചാപ്പുണ്ണി നായർ തന്നെ മൗനം ഭഞ്ജിക്കേണ്ടി വന്നു. എവിടുന്ന് വരുന്നു? കോൺഗ്രസ്സുകാരുടെ മീറ്റിംഗ് ഉണ്ടായിരുന്നു, അത് കേട്ടു നിന്നു. എന്താ അവര് പറയുന്നത്? ചാപ്പുണ്ണി നായർ ഒരു ചോദ്യമങ്ങ് ചോദിച്ചു. എന്തു പറഞ്ഞാലും ചാപ്പുണ്ണി നായർക്ക് വിരോധമോ ആനുകൂല്യമോ ഉണ്ടായില്ല. എന്നാലും സംസാരിക്കാനൊരു വിഷയം വേണ്ടേ? സ്വാതന്ത്ര്യത്തെ പറ്റിയാണ് അബ്ദു പറഞ്ഞു. ഇപ്പോ ആരെങ്കിലും കൈയും കാലും പിടിച്ച് കെട്ടിയിട്ടിട്ടുണ്ടോ? ഉണ്ടെന്നാണ് അവര് പറയുന്നത്. നിയമവും നിലവാരവും ഇല്ലാതെ നടക്കാൻ സർക്കാർ സമ്മതിക്കില്ല, അത് ശരിയാണ്. നിയമമൊക്കെ ഒരു അന്യരാജ്യക്കാർ നമ്മുടെ തലയിൽ വെച്ച് കെട്ടിയതല്ലേ? അപ്പോ നമ്മുടെ രാജ്യക്കാർ തന്നെ ഭരിക്കാൻ തുടങ്ങിയാൽ നിയമമുണ്ടാവില്ലേ? നിയമമില്ലാതെ കഴിയോ? അത് എന്നോടും തന്നോടും ചോദിച്ചിട്ടാണോ ഉണ്ടാക്കാൻ പോകുന്നത്? നമ്മൾ തിരഞ്ഞെടുക്കുന്ന പ്രതിനിധികളായിരിക്കും ഉണ്ടാക്കുക. പ്രതിനിധികൾ എന്നൊക്കെ പറഞ്ഞാൽ എന്താ? ഒരു മുക്തിയാർ കാര്യസ്ഥന്റെ കിടയല്ലേ ഉള്ളൂ. മുക്തിയാർ കയ്യിൽ കിട്ടിയാൽ പിന്നെ ഒപ്പിടേണ്ട സ്ഥലം തീർച്ചപ്പെടുത്തേണ്ടത് അയാളല്ലേ? ആ മുക്തിയാർ കാര്യസ്ഥനെ മാറ്റാൻ നമുക്ക് അധികാരമുണ്ടാവും. എന്നിട്ട് വേറെ ഒരാളെ നിശ്ചയിക്കും. അപ്പൊ തോന്നിവാസത്തിന്റെ രീതി ഒന്നും മാറും. മനുഷ്യരെ കുറെയൊക്കെ വിശ്വസിക്കുകയല്ലാതെ വഴിയുണ്ടോ? എന്നാൽ ഇവരെ അങ്ങ് വിശ്വസിക്കരുതോ? അവരെ വിശ്വസിക്കാൻ വയ്യാതായിരിക്കുന്നു. എടോ കേൾക്ക്. ചാപ്പുണ്ണി നായർ വീറോടെ തിരിഞ്ഞിരുന്നു. നമ്മുടെ നാട്ടിലെ സ്ഥിതി എന്താ? ഒരു കുടുംബത്ത് ഒരമ്മ പെറ്റ മക്കൾ തമ്മിൽ ചേരുന്നില്ല. അവിടെ ഭാഗം നടക്കുന്നത്. എന്നിട്ടാ ഒരു രാജ്യം. രാജ്യത്തും ഭാഗം ആവശ്യപ്പെടുന്നവരുണ്ട്. ലീഗുകാർ പറയുന്നത് അവര് വേറെ ഒരു രാജ്യക്കാരാണെന്നാണ്. അത് തന്നെ പറഞ്ഞത്. തന്റെ കുടുംബത്ത് എന്താണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത് എന്നറിഞ്ഞിരിക്കും ഇല്ലേ? എന്തേ? ഒന്നും അറിഞ്ഞില്ലേ? ഉമ്മ ഒന്നും പറഞ്ഞില്ലേ? ഇല്ല. ഭാഗം. എന്താ അമ്പരക്കുന്നത്? നിങ്ങളുടെ കുടുംബം ഭാഗിക്കാൻ പോകുന്നു. ആരാ അത് തീർച്ചപ്പെടുത്താൻ? അബ്ദു അല്പം വീറോടെയാണ് ചോദിച്ചത്. തന്റെ ഉമ്മ. എന്താ? അബ്ദുവിന്റെ മുഖം താണു. ചാപ്പുണ്ണി നായർ അല്ല പറഞ്ഞിരുന്നെങ്കിൽ ഈ വാക്ക് അവൻ വിശ്വസിക്കുമായിരുന്നില്ല. കുറെ നേരമായി മനസ്സിൽ നിന്ന് വിട്ടകന്ന പ്രക്ഷോഭങ്ങൾ വീണ്ടും തിരിച്ചു വരികയാണ്. അവൻ തന്നോട് തന്നെ എന്ന പോലെ പിറുവിർത്തു. ഉമ്മാനെ അവര് പറഞ്ഞു തിരിച്ചതാണ്. ആര്? ആ ചോദ്യം പൊന്തിയത് വാതിൽക്കൽ നിന്നാണ്. അബ്ദു അങ്ങോട്ട് നോക്കി. ചിന്നമ്മു. മരക്കാരും ഹൈദ്രോസും. ഉമ്മയ്ക്ക് ബുദ്ധിയില്ലെന്നാണോ കരുതിയിരിക്കുന്നത്? ചിന്നമ്മുവിന്റെ ചോദ്യം ചാട്ടുളി പോലെ വന്നു. സ്വബുദ്ധി ഉണ്ടെങ്കിൽ മക്കളെ കൊത്തിയാട്ടണം എന്ന് കരുതോ? പിന്നെ മക്കളെ പരസ്പരം കുത്തിക്കൊല്ലാൻ വിടുകയാണോ ബുദ്ധി? അങ്ങനെയൊന്നും വരില്ല. അതൊരു സുഖമായ വിശ്വാസമാണ്. പക്ഷേ പെറ്റമ്മയ്ക്ക് അങ്ങനെ വിശ്വസിക്കാൻ കഴിയില്ല. മക്കളെ പിരിച്ചയക്കുന്നത് പോലെ ഒരമ്മയ്ക്കും ഒരു സങ്കടമുണ്ടാവാൻ വയ്യ. എന്നിട്ടും അത് തീർച്ചപ്പെടുത്തിയപ്പോൾ ഉമ്മ തൻ്റെടെ ഉള്ളവളാ. തീർച്ചപ്പെടുത്തിയത് നന്നായി. ചിന്നമ്മു അങ്ങ് തീരുമാനം പറഞ്ഞു. പിന്നെ എന്താണ് മറുപടി പറയേണ്ടതെന്ന് അബ്ദുവിന് അറിഞ്ഞുകൂടാ. അവൻ ആലോചിക്കുകയായിരുന്നു. അപ്പോഴേക്കും ചാപ്പുണ്ണി നായർ കടന്നു പറഞ്ഞു. തീർച്ചപ്പെടുത്തിയത് നന്നായിട്ടൊന്നുമില്ല, എങ്കിലും അത് തീർച്ചപ്പെട്ട് കഴിഞ്ഞു. നിനക്കറിയില്ല ഒരു തറവാടുണ്ടാക്കിക്കൊണ്ട് വരുന്നതിന്റെ പാടെന്താണെന്ന്. ഉമ്മാച്ചുമ്മയ്ക്കും അറിയില്ലേ? ചിന്നമ്മു ചോദിച്ചു. പറയുന്നത് കേട്ടാൽ അറിയില്ലെന്ന് തന്നെയാണ് തോന്നുക. ചാപ്പുണ്ണി നായർ ഒരു പരിഭവം ഉരുവിടുന്ന പോലെ മന്ത്രിച്ചു. അതെ, അബ്ദുവും സമ്മതിച്ചു. ചിന്നമ്മു ഉമ്മറത്തേക്ക് കടന്നു നിന്നു. എന്നിട്ട് അബ്ദുവിനെ അടിതൊട്ട് മുടിവരെ ഒന്ന് നോക്കിക്കൊണ്ട് ചോദിച്ചു. എന്താണ് ആ അതെ എന്നതിനർത്ഥം? ഒരു കുടുംബത്തിനു വേണ്ടി അവരെ പോലെ കഷ്ടപ്പെട്ട ഒരു ആളുണ്ടോ? കാളക്കൂറ്റന്മാരെ പോലെ നടക്കാൻ തക്കവണ്ണം നിങ്ങളെയൊക്കെ വളർത്തിക്കൊണ്ടുവരാൻ കുറച്ചേ പാടുള്ളൂ. അച്ഛനും അബ്ദുവിനും വ്യസനം ഉണ്ടാകും, അത് ശരിയാണ് താനും. പക്ഷേ കരഞ്ഞിരുന്നത് കൊണ്ട് കാര്യം നടക്കില്ല. ചിന്നമ്മുവിന്റെ ചടുലമായ വാക്കുകൾ
നിന്നപ്പോൾ ആ ഉമ്മറത്ത് ഒരു നിശബ്ദത വ്യാപിച്ചു. അവൾ പറയുന്നതല്ലേ കാര്യം എന്ന് ചാപ്പുണ്ണി നായർക്ക് തോന്നി. അവൾ പറയുമ്പോൾ സമ്മതിക്കേണ്ടതല്ലേ എന്ന് അബ്ദുവിനും തോന്നി. പക്ഷേ രണ്ടു കൂട്ടർക്കുമില്ല അതങ്ങ് സമ്മതിക്കണമെന്നൊരു മനസ്സ്. ചിന്നമ്മുവാകട്ടെ അകത്തുപോയി ഒരു പ്ലേറ്റിൽ കുറെ ചക്കച്ചുള എടുത്തുകൊണ്ടുവന്ന് അബ്ദുവിൻ്റെ മുമ്പിൽ വെച്ചു പറഞ്ഞു, തിന്നോളൂ, കാപ്പി തരാൻ നിവർത്തിയില്ല. പാലുറയൊഴിച്ചു. ചുക്കുവെള്ളം വേണോ? വേണം. അയാൾ കുടിക്കുകയും തിന്നുകയും ചെയ്യുന്നതിനിടയിൽ ചിന്നമ്മു ചോദിച്ചു, മീറ്റിംഗ് നന്നായോ? കുറെ ആളുകൾ പ്രസംഗിച്ചോ? തിന്നു കഴിഞ്ഞപ്പോൾ ഒരു പുഞ്ചിരിയോടെ ചിന്നമ്മു പാത്രവും ഗ്ലാസും എടുത്ത് അകത്തേക്ക് പോയി. ഞാൻ വരട്ടെ? അബ്ദു പോകാൻ പുറപ്പെട്ടു. ചാപ്പുണ്ണി നായർ ഒന്നു മൂളി. അബ്ദു കൂടെ തിരിഞ്ഞു നോക്കിക്കൊണ്ട് പുറത്തേക്ക് പോയി. അന്ന് കിടക്കുമ്പോൾ ചാപ്പുണ്ണി നായർ ലക്ഷ്മിയമ്മയോട് പറഞ്ഞു, നാളെ നേരത്തെ പോകണം. എവിടേക്ക്? അവിടെ പോണ്ടേ? യാതൊന്നും ചെയ്യാൻ ഒരുക്കമില്ലെന്ന് വാശി പിടിച്ച ആളുടെ ഈ മാറ്റം കണ്ടപ്പോൾ ലക്ഷ്മിയമ്മ മനസ്സാ ചിരിച്ചെങ്കിലും ഒന്നും എതിർത്ത് പറഞ്ഞില്ല. പിറ്റേന്ന് 8 മണിക്ക് മുമ്പേ ചാപ്പുണ്ണി നായർ ഉമ്മാച്ചുമ്മയുടെ അടുത്ത് ഹാജരായി. അപ്പോൾ തുടങ്ങല്ലേ നായരെ? പക്ഷേ എന്തേ? നാളെ പോരെ? നല്ലത് നേരത്തെ ചെയ്യാം. എന്തേ? ഇപ്പോൾ എങ്ങനെയാണ് ഓഹരി തിരിക്കേണ്ടത്? ആരൊക്കെയാണ് ഒന്നിച്ച് നിൽക്കുന്നത്? 3ഉം 1 തന്നെ. അവിടേക്ക് കടന്നു വന്ന മരക്കാരാണ് അതിന് മറുപടി പറഞ്ഞത്. അല്ല, ഉമ്മ ചുമ്മാ കട്ടിലിൽ ചാരിയിരുന്നു. രണ്ടും എന്നാ കണക്ക്. എന്നാ ഉമ്മ ഒരാൾക്ക് 2 ഓഹരി കൊടുക്കണം എന്ന് പറയുന്നത്? ഒരാൾക്ക് 2 ഓഹരി കൊടുക്കണ്ട, 2 ആൾക്ക് 2 ഓഹരി കൊടുക്കണ്ടേ? ആരാത്? അനക്കും ഹൈഡ്രോസിനും. അപ്പോൾ ഉമ്മ? ഞാൻ ഓൻ്റെ കൂടെയാണ്. എന്ത്? തന്നെ മോനെ. അനക്ക് ഹൈഡ്രോസ് ഉണ്ട്, ഹൈഡ്രോസിന് ഇജ്ജു. ഓൻ ആരാ ഉള്ളത്? അത് ശരിയാ കുട്ടികളെ. ചാപ്പുണ്ണി നായർ വളരെ വേഗം യോജിച്ചു. പക്ഷേ അവൻ ഉമ്മാനെ നോക്കും എന്നതിന് എന്താ ഉറപ്പ്? നമ്മുടെ ഉമ്മാനെ കഷ്ടത്തിലാക്കാൻ ഞങ്ങൾ ഒരുക്കമല്ല. മരക്കാർ ചുണ്ടിയെടുത്തു പറഞ്ഞു. സമിക്ക് ഉമ്മ ചുമ്മാ ശാന്തമായി ചോദിച്ചു, ഇങ്ങളെന്നും എന്നെ നോക്കൂ എന്നതിന് എന്തിരുത്താ ഉറപ്പ്? ആ ഉറപ്പ് തന്നെ ഓനാവുമ്പോഴും. നിങ്ങൾ ഈ 2 ആളും എൻ്റെ 2 കണ്ണാ. ഓൻ എൻ്റെ നെഞ്ച. ഓനെ പറ്റിട്ടാ ഞാൻ ഈറ്റുന്നോ പറഞ്ഞത്. ഓനെ വിട്ടൂടാ. ഉമ്മയ്ക്ക് ഞങ്ങളെ വിടാം? വിടുന്നില്ല. ഇജ്ജ് പെറ്റിട്ടില്ല. അനക്ക് ചൂടറിഞ്ഞൂടാ. തളനേടൻ താങ്ങും, അത്രേ ഉള്ളൂ. മോനെ, അതിങ്ങക്ക് ബയ്യേ തിരിയും. തൊണ്ടയിടർച്ച കൊണ്ട് ആ സ്ത്രീക്ക് തുടർന്ന് സംസാരിക്കാൻ കഴിഞ്ഞില്ല. മരയ്ക്കാർ ആ കട്ടിലിൻ്റെ തലപ്പത്ത് തന്നെയിരുന്നു. ഇത് ഓർക്കാപ്പുറത്തുള്ളൊരടിയായിരുന്നു. വാസ്തവത്തിൽ ആരും വിശ്വസിച്ചിരുന്നില്ല ഉമ്മ ചുമ്മ അബ്ദുവിൻ്റെ കൂടെ പോകുമെന്ന്. മരയ്ക്കാരും ഹൈഡ്രോസും അബ്ദു പോലും. ചാപ്പുണ്ണി നായർക്കും സംശയമുണ്ടായിരുന്നു. പെട്ടെന്നുള്ള ഈ തീരുമാനം മരയ്ക്കാരെ ആകെ അമ്പരപ്പിച്ചു. ഉമ്മ ഉറച്ചോ? ഉറച്ച്. ചാപ്പുണ്ണി നായർ നിശബ്ദനായി പുറഞ്ചുമരും ചാരി ഉമ്മാച്ചുമ്മയെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. ഉമ്മാച്ചുമ്മ സ്വന്തം ഉള്ളം കൈയിലേക്ക്. അവിടെ നിന്ന് കണ്ണെടുക്കാതെ ആ സ്ത്രീ പറഞ്ഞു, സാപ്പുണ്ണിയാരെ, 2 കൂട്ടർക്കും നഷ്ടാവാത്ത ചേലിക്ക് ഒക്കെ ശരിപ്പെടുത്തിക്കോളി. ഇത്തിരി മുൻതൂക്കം ഈ കുട്ടികൾക്കായാലും വേണ്ടിയില്ല. അബ്ദുവിന് ഞാനുണ്ടല്ലോ കൂടെ. സരി. ആ പെറ്റമ്മ തളർന്നു കിടക്കയിൽ മുഖമമർത്തി കിടന്നു. മരയ്ക്കാർ നെടുവീർപ്പിട്ട് പുറത്തേക്ക് കടന്നപ്പോൾ ചാപ്പുണ്ണി നായരുടെ മനസ്സിലൊരു കുളിര് വീണ പോലെ തോന്നി. അയാൾ വിചാരിച്ചു, എന്തൊരു മനസ്സാ ആ സ്ത്രീയുടെ മനസ്സ്. അത് വെണ്ണയോ കല്ലോ? പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ അധ്യായം ഇവിടെ അവസാനിക്കുന്നു. അടുത്ത മനോഹരമായൊരു അധ്യായവുമായി ഉടനെ എത്താം. താങ്ക് യു.